1 ദിനവൃത്താന്തം അധ്യായം 1. ആദം, സേത്ത്, എനോഷ്, കേനാൻ, മഹലലേൽ, യാരദ്, ഹൊനാക്ക്, മെത്തുസലഹ്, ലാമക്, നോഹ, ഷേം, ഹാം, യാഫത്ത്. യാഫത്തിന്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ്, മാദായ്, യാവാൻ, തൂബാൽ, മേഷക്, തീരാസ്. ഗോമറിന്റെ പുത്രന്മാർ അഷ്കനാസ്, ദീഫത്ത്, തോഗർമ. യാവാന്റെ പുത്രന്മാർ ഏലീഷ, താർഷീഷ്, കിത്തിം, റോദാനിം. ഹാമിന്റെ പുത്രന്മാർ കുഷ്, ഈജിപ്ത്, പുത്ത്, കാനാൻ. കൃഷിന്റെ പുത്രന്മാർ സേബ, ഹവില, സബിത, റാമ, സപ്തക്ക. റാമയുടെ പുത്രന്മാർ ഷെബ, ദദാൻ. കുഷിന് നിമ്രോദ് എന്നൊരു പുത്രനുണ്ടായി. അവൻ പ്രബലനായി. ഈജിപ്തിൽ ലൂദിം, അനാമിം, ലഹാബിം, നഫ്തുഹിം, പത്രുസിം, കസ്ലുഹിം, കഫ്തോറിം എന്നിവർ ജാതരായി. കഫ്തോറിമാണ് ഫിലിസ്തീയരുടെ പിതാവ്. സീദോൻ കാനാന്റെ ആദ്യജാതനും ഹേത്ത് ദ്വിതീയനുമായിരുന്നു. ജബൂസ്യർ, അമോര്യർ, ഗിർഗാഷ്യർ, ഹിവ്യർ, അർക്കിയർ, സീനിയർ, അർവാദിയർ, സെമറിയർ, ഹമാത്യർ എന്നിവരും കാനാനിൽ നിന്ന് ഉത്ഭവിച്ചു. ഏലാം, അഷൂർ, അർപ്പക്ഷാദ്, ലൂദ്, ആരാം, ഊസ്, ഹൂൾ, ഗേതർ, മെഷക് എന്നിവർ ഷേമിന്റെ പുത്രന്മാരാകുന്നു. അർപ്പക്ഷാദ് ഷേലാഹിന്റെയും ഷേലാഹ് ഏബറിന്റെയും പിതാവാണ്. ഏബറിന് പേലഗ്, യോക്താൻ എന്നീ 2 പുത്രന്മാർ. പേലഗിന്റെ കാലത്താണ് ഭൂവാസികൾ വിഭജിക്കപ്പെട്ടത്. യോക്താന്റെ പുത്രന്മാർ അൽമോദാദ്, ഷേലഫ്, ഹസർമാവത്ത്, യറോഹ്, ഹദോറാം, ഊസാൾ, ദിക്ല, ഏബാൾ, അബിമായൽ, ഷെബ, ഓഫിർ, ഹവില, യോബാബ്. ഷേം, അർപ്പക്ഷാദ്, ഷേലഹ്, ഏബർ, പേലഗ്, റവു, സെരൂഗ്, നാഹോർ, തേരഹ്, അബ്രാം എന്ന അബ്രാഹം എന്നിവർ ഷേമിന്റെ വംശപരമ്പരയിൽപ്പെടുന്നു. അബ്രാഹത്തിന്റെ പുത്രന്മാർ ഇസഹാക്കും ഇസ്മായേലും. അവരുടെ വംശപരമ്പര: ഇസ്മായേലിന്റെ ആദ്യജാതൻ നെബായോത്ത്, കേദാർ, അത്ബേൽ, മിബ്സാം, മിഷ്മ, ഭൂമ, മാസ, ഹദാദ്, തേമ, യത്തൂർ, നഫിഷ്, കേദമ. ഇവരും ഇസ്മായിലിന്റെ സന്തതികളാണ്. അബ്രാഹത്തിന് ഉപനാരിയായ കെത്തൂറായിൽ ജനിച്ച പുത്രന്മാർ സിമ്രാൻ, യോക്ഷാൻ, മെദാൻ, മിദിയാൻ, ഇഷ്ബാഗ്, ഷുവാഹ്. യോക്ഷാന്റെ പുത്രന്മാർ ഷെബ, ദദാൻ. മിദിയാന്റെ പുത്രന്മാർ ഏഫ, ഏഫർ, ഹനോക്ക്, അബീദ, എൽദ. ഇവർ കെത്തൂറായുടെ വംശത്തിൽപ്പെടുന്നു. അബ്രാഹം ഇസഹാക്കിന്റെ പിതാവാണ്. ഇസഹാക്കിന്റെ പുത്രന്മാർ ഏസാവ്, ഇസ്രായേൽ. ഏസാവിന്റെ പുത്രന്മാർ എലിഫാസ്, റെവുവേൽ, യവൂഷ്, യാലാം, കോറഹ്. എലിഫാസിന്റെ പുത്രന്മാർ തേമാൻ, ഓമാർ, സെഫി, ഗഥാം, കെനസ്, തിമ്ന, അമലേക്. റെവുവേലിന്റെ പുത്രന്മാർ നഹത്ത്, സേറഹ്, ഷമ്മ, മിസ. സെയറിന്റെ പുത്രന്മാർ ലോഥാൻ, ഷോബാൾ, സിബയോൻ, ആന, ദീഷോൻ, ഏസർ, ദീഷാൻ. ലോഥാന്റെ പുത്രന്മാർ ഹോറി, ഹോമാം. ലോഥാന്റെ സഹോദരിയാണ് തിമ്ന. ഷോബാലിന്റെ പുത്രന്മാർ അലിയാൻ, മനഹത്ത്, ഏബാൾ, ഷെഫി, ഓനാം. സിബയോന്റെ പുത്രന്മാർ അയ്യ, ആന. ആനയുടെ പുത്രനാണ് ദീഷോൻ. ദീഷോന്റെ പുത്രന്മാർ ഹംറാൻ, എഷ്ബാൻ, ഇത്രാൻ, കെറാൻ. ഏസറിന്റെ പുത്രന്മാർ ബിൽഹാൻ, സാവാൻ, യാഖാൻ. ദീഷാന്റെ പുത്രന്മാർ ഊസ്, ആരാൻ. ഇസ്രായേലിൽ രാജഭരണം തുടങ്ങുന്നതിന് മുൻപ് ഏദോമിൽ വാണ രാജാക്കന്മാർ. ബയോറിന്റെ മകൻ ബേല. ഇവൻ ദിൻഹാബ പട്ടണക്കാരനായിരുന്നു. ബേലായുടെ മരണത്തിന് ശേഷം ബൊസ്രാക്കാരനായ സേറഹിന്റെ മകൻ യോബാബ് ഭരണമേറ്റു. യോബാബ് മരിച്ചപ്പോൾ തേമാൻ വംശജരുടെ നാട്ടിൽ നിന്നുള്ള ഹൂഷാം രാജാവായി. ഹൂഷാമിന്റെ മരണത്തിന് ശേഷം ബദാദിന്റെ പുത്രൻ ഹദാദ് ഭരണമേറ്റു. അവിദ് പട്ടണക്കാരനായ ഇവൻ മൊവാബ് ദേശത്ത് വെച്ച് മിദിയനെ തോൽപ്പിച്ചു. ഹദാദിന് ശേഷം മസ്രേക്കാക്കാരൻ സംല രാജാവായി. സംലായ്ക്ക് ശേഷം യൂഫ്രട്ടീസ് തീരപ്രദേശമായ റഹോബോത്ത് പട്ടണത്തിൽ നിന്നുള്ള സാവൂൾ ഭരണമേറ്റു. സാവൂൾ മരിച്ചപ്പോൾ അക്ബോറിന്റെ മകൻ ബാൽഹനാൻ രാജാവായി. ബാൽഹനാൻ മരിച്ചപ്പോൾ പായ് പട്ടണത്തിൽ നിന്നുള്ള ഹദാദ് രാജാവായി. മെസഹാബിന്റെ പൗത്രിയും
മാത്രദിന്റെ പുത്രിയുമായ മെഹതാബിൾ ആയിരുന്നു അവന്റെ ഭാര്യ. ഹദാദിന്റെ മരണത്തിനു ശേഷം ഏദോമിൽ വാണ പ്രഭുക്കന്മാർ തിമ്ന, അലിയ, യഥേദ്, ഒഹോലിബാമ, ഏല, പിനോൻ, കെനസ്, തേമാൻ, മിബ്സാർ, മഗ്ദിയേൽ, ഈറാം ഇവർ ഏദോമിലെ പ്രമുഖരായിരുന്നു.